മലകളും വെള്ളച്ചാട്ടങ്ങളും ചുറ്റിപ്പറ്റിയിരുന്ന എലാരിയ എന്ന രാജ്യം അതിൻ്റെ പ്രകാശമുള്ള ക്രിസ്റ്റൽ തോട്ടങ്ങൾക്കും സംഗീതം പോലെ ഒഴുകുന്ന കാറ്റിനും പ്രശസ്തമായിരുന്നു. ആ രാജ്യത്തിൻ്റെ രാജകുമാരിയായിരുന്നു ലിയോറ. ലിയോറയ്ക്ക് ആഡംബര ജീവിതമുണ്ടായിരുന്നു. തിളങ്ങുന്ന കൊട്ടാരം, വജ്രാഭരണങ്ങൾ, സേവകരുടെ സ്നേഹം. എന്നാൽ അവളുടെ ഹൃദയം നിറഞ്ഞിരുന്നില്ല. അവൾക്ക് തോന്നിയിരുന്നത് ഇതിലേറെ എന്തോ തനിക്ക് വേണം എന്നായിരുന്നു. ഒരു രാത്രിയിൽ കൊട്ടാരത്തിൻ്റെ ഉയർന്ന മിനാരത്തിൽ നിന്ന് പുറത്തേക്കു നോക്കിയിരുന്ന ലിയോറ ദൂരെയുള്ള ഒരു ചെറു ഗ്രാമത്തിലെ തീപ്പൊരി പോലെ തെളിഞ്ഞ ഒരു വീടിനെ ശ്രദ്ധിച്ചു. അവിടെ നിന്ന് ഒരു ചിരിയുടെ ശബ്ദം കേട്ടു. ആ ശബ്ദം അവളുടെ മനസ്സിനെ അലട്ടിച്ചു. എനിക്ക് ഇത്രയുമുണ്ടെങ്കിലും എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ശൂന്യമാകുന്നു? അവൾ തന്നെ ചിന്തിച്ചു. അടുത്ത ദിവസം ലിയോറ ഒരു സാധാരണ പെൺകുട്ടിയായി വേഷം മാറി ആ ഗ്രാമത്തിലേക്ക് പോയി. അവൾ അവിടെ കണ്ടത് അവളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഒരു ചെറിയ വീട്ടിൽ ആരിൻ എന്നൊരു പെൺകുട്ടി തൻ്റെ കുടുംബത്തോടൊപ്പം ഇരുന്ന് സാധാരണ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് ചിരിക്കുന്നു. അവരുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായിരുന്നു, സന്തോഷത്തിൻ്റെ യഥാർത്ഥ തിളക്കം. ലിയോറ അവരോട് ചേർന്നിരുന്നു. ആരിൻ അവളെ അതിഥിയായി സ്വീകരിച്ചു. "നീ എങ്ങനെ ജീവിതത്തിൽ ഇത്ര സന്തോഷം കണ്ടെത്തുന്നു?" ലിയോറ ചോദിച്ചു. ആരിൻ ഒരു ചെറിയ ഇടവേള എടുത്ത് പറഞ്ഞു, "ഞങ്ങൾക്ക് ലഭിച്ച ഓരോ ചെറിയ കാര്യവും ഞങ്ങൾ ആഘോഷിക്കുന്നു. അതാണ് ഞങ്ങളുടെ നിധി." ആ വാക്കുകൾ ലിയോറയുടെ ഹൃദയത്തിൽ ഇടിച്ചു വീണു. ആ രാത്രി അവൾ കൊട്ടാരത്തിലേക്ക് മടങ്ങിയപ്പോൾ അവൾ തൻ്റെ ജീവിതത്തെ ആദ്യമായി ശരിയായി കണ്ടു. അവളുടെ അമ്മയുടെ പുഞ്ചിരി, അച്ഛൻ്റെ കരുതൽ, തന്നെ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ, രാജ്യത്തിൻ്റെ സൗന്ദര്യം. അവൾക്കുണ്ടായിരുന്ന നിധി അവൾ തന്നെ കാണാതെ പോയിരുന്നു. ഒരു ദിവസം കൊട്ടാരത്തിലെ ക്രിസ്റ്റൽ തോട്ടങ്ങൾ കനത്ത മഴയിൽ തകർന്നു. എല്ലാവരും വിഷമിച്ചു. പഴയ ലിയോറയായിരുന്നെങ്കിൽ അവൾ കോപിക്കുകയും ദുഃഖിക്കുകയും ചെയ്തേനെ. ഇപ്പോൾ വ്യത്യസ്തയായിരിക്കുന്നു. അവൾ ജനങ്ങളോടൊപ്പം ചേർന്ന് തോട്ടങ്ങൾ വീണ്ടും പണിതു. അവൾ ആദ്യമായി തൻ്റെ രാജ്യം സ്വന്തമെന്ന് അനുഭവിച്ചു. സന്തോഷം നമുക്ക് കിട്ടുന്നവയിലല്ല, നമുക്ക് ഉള്ളതിനെ നാം എങ്ങനെ കാണുന്നു എന്നതിലാണ്. കാലം കഴിഞ്ഞപ്പോൾ എലാരിയ വീണ്ടും പ്രകാശിച്ചു. ക്രിസ്റ്റൽ തോട്ടങ്ങൾ കൊണ്ട് മാത്രമല്ല, ഒരു രാജകുമാരിയുടെ മാറ്റം കൊണ്ടും. ലിയോറ ഇനി കൂടുതലൊന്നും തേടിയില്ല, അവളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിരുന്നു.